Hi friends, I'm back with future perfect tense. Okay, നോക്കാം. ഭാവിയിലെ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി ചെയ്ത് തീർക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും പഠിച്ചിട്ടുണ്ടാവും. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യം കംപ്ലീറ്റ് ആയെന്ന് തീർത്തും പറയുക അല്ലെ. പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് നമ്മുടെ കൈ കിട്ടുമ്പോഴാണ് എന്താവുന്നത്? കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ ഫ്യൂച്ചറിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയി അതിന്റെ റിസൾട്ട് ഫ്യൂച്ചറിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സബ്ജക്റ്റ് വിൽ ഹാവ് പ്ലസ് V3. ഓക്കെ, വിൽ ഹാവ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ആണ്, മറക്കരുത്. V1 V2 അല്ല, V3 ഫോം ആണ്. V3 ഫോം ഇത് V1 V2 V3 അതിൻ്റെ ഒരു സ്റ്റഡി നോട്ട്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വരുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വിൽ ഹാവ് പ്ലസ് V3. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസേജുകൾ, അതിൻ്റെ യൂസേജുകൾ നോക്കാം. ഫസ്റ്റ് വൺ, to express an action that will be completed by a certain future time. ഒരു ഫ്യൂച്ചർ ടൈമിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവും. ഒരു പ്രത്യേക ടൈമിൽ ഒരു ആക്ഷൻ ഫ്യൂച്ചർ ടൈമിൽ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ ഇത് ഏത് യൂസ് ചെയ്യും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, ഷീ വിൽ ഹാവ് ക്ലീൻഡ്. ഷീ വിൽ ഹാവ് ക്ലീൻഡ് ദ ഹൗസ്. ക്ലീൻഡ്. ഓക്കെ, ക്ലീനിന്റെ V3 ഫോം ആണ് എന്ത്? ക്ലീൻഡ്. ഓക്കെ, ക്ലീൻഡ് ദ ഹൗസ് ബൈ ദ ടൈം ഷീ ലീവ്സ് ദ ഹൗസ്. അവൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെറുതെ പോവല്ല. അവൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്ത് ആയിട്ടുണ്ടാവും? വീട് കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പറയാണ് ആ വ്യക്തി വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടാണ് പോവുക? വീട് കംപ്ലീറ്റ് വൃത്തിയായി ഫിനിഷ് ചെയ്തിട്ടാണ് ആള് പോകുന്നത്. എങ്ങോട്ട്? പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോടെ അവൾ വീട് വൃത്തിയാക്കിയിരിക്കും, വൃത്തിയാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴത്ത് മലയാളം മീനിങ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ എക്സാമ്പിൾസ്, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ബൈ ദെൻ. ഇവിടെയൊക്കെ നോക്കാം. വിൽ പ്ലസ് ഹാവ് ദെൻ ED. ഞാൻ കുക്കിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ ദ ടൈം വി അറൈവ് ദ കിഡ്സ് വിൽ ഹാവ് ഗോൺ ടു ദ ബർത്ത്. ബൈ ദ ടൈം വി അറൈവ് ദ കിഡ്സ് വിൽ ഹാവ് ഗോൺ ടു ദ ബർത്ത്. എന്ത് ചെയ്തിട്ടുണ്ടാവും? മക്കള് ബെഡിലോട്ട് പോയിട്ടുണ്ടാവും. പോയി അതെന്ത് ചെയ്തിട്ടുണ്ട്? അവരവിടെ പോയി പെർഫെക്റ്റ് ആയിട്ട് അവരവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അറൈവ് ആകുമ്പോഴത്തേന് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗോ ടു ദ ബർഡ്. ദെൻ he will have completed the work of this book by the end of this year. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആ വ്യക്തി ആ വർക്ക് എഴുതി ഫിനിഷ് ചെയ്തിട്ടും ഉണ്ടാവും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഹി വിൽ ഹാവ് പ്ലസ് V3 ഫോം. കംപ്ലീറ്റിന്റെ V3 ഫോം ആണ് എന്ത്? കംപ്ലീറ്റഡ്. ദെൻ ബൈ ഡിസംബർ ഐ ഷാൽ ഹാവ് റിട്ടൺ എ നോവൽ. ഈ അടുത്ത ഡിസംബർ ആകുമ്പോഴേക്ക് എന്തായിരിക്കും? ഈ ഡിസംബറിൽ എന്ത് സംഭവിക്കും? ഐ ഷാൾ ഹാവ് റിട്ടൺ എ നോവൽ. ഐ ഷാൾ എന്ന് പറയുന്നതിന് പകരം ഐ വിൽ എന്നും യൂസ് ചെയ്യാം കേട്ടോ. ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ എന്നും ഐ ഷാൾ ഹാവ് റിട്ടൺ എ നോവൽ എന്നും യൂസ് ചെയ്യാം. ദെൻ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ ദ ടൈം യു റീച്ച് ദ ഹോം, അല്ലെങ്കിൽ വെൻ യു റീച്ച് ദ ഹോം. നീ വീട്ടിലെത്തുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എന്താണ് വീട്ടിലെത്തുമ്പോഴേക്കും സംഭവിക്കുക? ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. എൻ്റെ വർക്ക് കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ആള് വീട്ടിലോട്ട് വരുമ്പോഴേക്കും എൻ്റെ വർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫ്യൂച്ചറിലാണ് ഇത് പറയുന്നത്. നീ വരുമ്പോഴേക്കും ഞാൻ എൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇനി ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 2 പ്രവൃത്തികളാണ് ഈ ഒന്നിച്ച് വന്നിട്ടുള്ളത്. ഇങ്ങനെ 2 പ്രവൃത്തികൾ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റമുണ്ട്. 2 പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ആദ്യം തീർന്ന പ്രവൃത്തി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ആദ്യം തീർന്ന പ്രവൃത്തി മറക്കരുത്. ഫസ്റ്റ് പ്രവൃത്തി എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. രണ്ടാമത് തീർന്ന പ്രവൃത്തി സിമ്പിൾ പ്രസന്റ് ടെൻസും ആണ്. രണ്ടാമത് തീർന്ന പ്രവൃത്തി എന്താണ്?
സിമ്പിൾ പ്രസന്റ് ടെൻസും ആണ്. രണ്ടാമത് തീർന്ന പ്രവൃത്തി സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, രണ്ട് പ്രവൃത്തി ഉണ്ടാവും. അതിൽ ഫസ്റ്റ് തീർന്ന പ്രവൃത്തി എന്തായിരിക്കും? ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എന്ത് സംഭവിക്കും? ട്രെയിൻ പോയിട്ടുണ്ടാവും. പെർഫെക്റ്റ് ആണ്, ട്രെയിൻ പോയിട്ടുണ്ടാവും. ഇതിൽ ആദ്യം തീർന്ന പ്രവൃത്തി എന്താണ്? ഞാൻ അവിടെ ചെന്നതാണോ? അല്ല, അതിന് നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ പോയിട്ടുണ്ട്. അതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ഓക്കെ, ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? അമ്മ കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അവിടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയതാണ് എന്ത്? ആദ്യം തീർന്ന പ്രവൃത്തി. അപ്പൊ ആദ്യം തീർന്ന പ്രവൃത്തി ഏതാണെന്ന് നമ്മൾ മീനിങ് നോക്കി മനസ്സിലാക്കണം. മലയാളം മീനിങ് നോക്കി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ആർക്കാണ് ഈ ടെൻസുകൾ തമ്മിൽ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത പ്രവൃത്തി ഫ്യൂച്ചർ പെർഫെക്റ്റിലും സെക്കൻഡ് ഫിനിഷ് ചെയ്ത പ്രവൃത്തി സിമ്പിൾ പ്രസന്റിലുമാണ് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The train will have left. Okay, V3 form. When you reach the railway station. എന്താണിത്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്രെയിൻ പോയിട്ടുണ്ടാവും. അവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്ന പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ആദ്യം നടന്ന പ്രവൃത്തിക്കാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദേ വിൽ ഹാവ് ഈറ്റൺ ഡിന്നർ. അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. വെൻ ഐ റീച്ച്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവർ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഡിന്നർ കഴിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ ചെല്ലുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെ തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നടന്ന പ്രവൃത്തിക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കൊടുക്കും. വിൽ ഹാവ് പ്ലസ് V3 ഫോം കൊടുക്കും. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ വിൽ ഹാവ് പ്ലസ് V3 ആണ് എന്ത്? പെർഫെക്റ്റ് ടെൻസ്. മറക്കരുത്, വിൽ ഹാവ് പ്ലസ് V3 ആണ് എന്ത്? പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ എന്ത് കാണുന്നുണ്ട്? പെർഫെക്റ്റ് ഉണ്ട്. പെർഫെക്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ വിൽ ഹാവ് അല്ലെ? അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, കണ്ടിന്യൂസ് ആണ് അല്ലെ? കണ്ടിന്യൂസ് എപ്പോൾ ഓർമ്മ വരുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരും? ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ ഓർമ്മ വരും. അപ്പൊ ഈസ്, ആം, ആർ, വാസ്, വേർ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ഫാമിലിക്ക് ഒരു പേരുണ്ട് അല്ലെ? അവരുടെ ആ കുടുംബത്തിന് ഒരു പേരുണ്ട്. ആ കുടുംബത്തിന്റെ പേരാണ് ഇത്, ബീൻ. ഓക്കെ, ബീൻ. അപ്പോ പെർഫെക്റ്റിന്റെ വിൽ ഹാവ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ്, ദെൻ ബീൻ പ്ലസ് ING. കണ്ടിന്യൂസ് ആണോ? ING ഉണ്ടാവും. ഓക്കെ, കണ്ടിന്യൂസ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സബ്ജക്റ്റ് വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഒട്ടും നമ്മൾ യൂസ് ചെയ്യാത്തൊരു ടെൻസ് ആണ് ഇത്. ഒരിക്കലും നമ്മൾ എക്സാമിനാണെങ്കിലും റയറാണ്, ലൈഫിൽ സംസാരിക്കാനാണെങ്കിൽ ഒട്ടും യൂസ് ചെയ്യുന്നില്ലാത്തൊരു ടെൻസ് ആണ് ഇത് കേട്ടോ. വളരെ യൂസ് കുറവുള്ള ഒരു ടെൻസ് ആണ്. എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാമെന്ന് മാത്രം. ഓക്കെ, ഭൂതകാലത്തിൽ എപ്പോഴെങ്കിലും തുടങ്ങിയ ഒരു പ്രവൃത്തി. ഓക്കെ, പ്രസന്റിലല്ല. ഓക്കെ, ഫ്യൂച്ചറിൽ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല, എപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത്, ഭാവിയിൽ മീൻ ഫ്യൂച്ചറിൽ ഒരു സമയത്ത് തുടർന്നു കൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ തുടർന്നു കൊണ്ടിരിക്കും എന്നതിനെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാണ്? എപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ്. ഓക്കെ, സം ആക്ഷൻ വിച്ച് ബിഗൻ ഇൻ ദ പാസ്റ്റ് വിൽ സ്റ്റിൽ ബി കണ്ടിന്യൂയിങ് ആൻഡ് എൻഡ് ദ ഫ്യൂച്ചർ. എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്യൂച്ചറിൽ ഒരുപാട് കണ്ടിന്യൂ ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കും, ഫ്യൂച്ചറിൽ എവിടെയോ വെച്ചിട്ട് അവസാനിക്കുകയും ചെയ്യും. പക്ഷെ തുടങ്ങുന്നത് ഏതോ ഒരു ടൈമിലാണ് തുടങ്ങുന്നത്, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് പോയിട്ട് എൻഡ് ഇൻ ദ ഫ്യൂച്ചർ എവിടെയോ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? എൻഡിങ് ആവുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. I will have been teaching English for 40 years in 2028. Okay, I will have plus been plus ING. Okay,
2028 ആകുമ്പോഴേക്കും 40 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും? ഐ വിൽ ഹാവ് ബി ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. 40 വർഷമാവും 2028 ആകുമ്പോഴേക്കും. ഓക്കെ, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചറിലും ചെയ്തുകൊണ്ടിരിക്കും. 2028 ആകുമ്പോഴേക്കും 40 years ആവും. ഓക്കെ, then my parents will have been staying in Dubai for 30 years in 2026. 2026 ആകുമ്പോഴേക്ക് എന്താണ് സംഭവിക്കുന്നത്? 30 വർഷം ആവുന്നുണ്ടാവും. എന്ത്? എൻ്റെ പാരൻസ് ദുബായിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായിട്ടുണ്ടാവും? 30 വർഷമായിട്ടുണ്ടാവും. മൈ പാരൻസ് വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഓക്കെ, then by next year, അടുത്ത വർഷം, I shall have been living here for 10 years. ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? കണ്ടിന്യൂ ആണ്, 10 years ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു തുടങ്ങിയ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയും ഏതോ ഒരു പ്രത്യേക ഫ്യൂച്ചറിൽ ഒരു മൊമെന്റിൽ എൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ് ഈ ടെൻസുകളൊക്കെ. അപ്പൊ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റീവ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇത്രയും 12 ടെൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? വാച്ച് ദ ക്ലാസ്സസ് again and practice well. Okay, bye, see you in next class with another beautiful grammar topic. Okay, bye.